ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർസം BSc കെമിസ്ട്രിയുടെ PYQs ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 4th സെമസ്റ്ററിൻ്റെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും PYQ ഡിസ്കഷനായിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് പ്രെപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ ഫ്രീ ട്രയൽസ് അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക. ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർസം ഓർഗാനിക് കെമിസ്ട്രിയിലെ ആദ്യത്തെ മൊഡ്യൂളാണ് റിയാക്ഷൻ മെക്കാനിസം, ദി ബേസിക് കൺസെപ്റ്റ്. സോ ഈ മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ കാർഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൽ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ഉണ്ട്. അതാണ് ഇതിലെ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ്സ്. പിന്നെ വരുന്ന മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മളുടെ ബോണ്ടിങ് ഇൻട്രാക്ഷൻസ്. സോ ഈ മൂന്ന് സബ് ടോപ്പിക്സ് ആണ് ഈ മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിലെ ആദ്യത്തെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റുകളാണ് നമ്മൾ ഈ വീഡിയോ കാർഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റിൽ ആദ്യം വരുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് മീസോമെറിക് എഫക്റ്റ് വരുന്നുണ്ട്, പിന്നെ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് വരുന്നുണ്ട്. സോ ഈ ടോപ്പിക്സിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോ കാർഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ കഴിഞ്ഞ ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നുള്ള ആ ടോപ്പിക്കിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് ചോദിക്കാനുണ്ട്. അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ രണ്ട് കോമ്പൗണ്ട്സ് തന്നിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അസിഡിറ്റി ഒക്കെ ചോദിക്കാറുണ്ട്. സോ ആ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരാറ്. സോ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ, അതായത് 23-ലും 24-ലും വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സോ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്: നെയിം 2 ഗ്രൂപ്പ്സ് വിത്ത് +I ആൻഡ് -I എഫക്റ്റ്. അതുപോലെ പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ഇൻഡക്റ്റീവ് എഫക്റ്റ്? ഇല്ലുസ്ട്രേറ്റ് മൈനസ് എഫക്റ്റ് വിത്ത് 1 എക്സാമ്പിൾ. സോ ബേസിക്കലി എന്താണ് ചോദിക്കുന്നത്? ഇവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ +I എഫക്റ്റ് എന്താണെന്നും -I എഫക്റ്റ് എന്താണെന്നും, അതുപോലെ അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെ ഗ്രൂപ്പ്സാണ് നമ്മുടെ +I എഫക്റ്റ് കാണിക്കുന്നത്, അതുപോലെ -I എഫക്റ്റ് കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ രണ്ട് ക്വസ്റ്റ്യനെയും ഒരു രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിക് ആയിട്ട് എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നും അതെങ്ങനെയാണ് വരുന്നതെന്നും ഏതൊക്കെ ഗ്രൂപ്പാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുന്നതെന്നും എന്തൊക്കെയാണ്, അതായത് +I എഫക്റ്റ് എന്താണ്, -I എഫക്റ്റ് എന്താണ്, അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻ, ആ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാം. സോ ഞാൻ ഈ രണ്ട് ക്വസ്റ്റ്യനെയും കോമൺ ആയിട്ട് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് നോക്കാം. സോ നമുക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ഡെഫിനിഷൻ ആദ്യം നോക്കാം. സോ ഇതാണ് ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ഡെഫിനിഷൻ വരുന്നത്: ദ പ്രസൻസ് ഓഫ് എൻ ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ഓർ ഇലക്ട്രോൺ വിഡ്രോയിങ് ആറ്റം ഓർ ഗ്രൂപ്പ് attached to carbon chain of the molecule by covalent bond induce a polarity to that bond. അതായത് നമുക്ക് നമ്മളുടെ കാർബൺ ചെയിൻ ഉണ്ടല്ലോ. സോ നമ്മുടെ ഹൈഡ്രോ കാർബൺ മോളിക്യൂളിലുള്ള കാർബൺ ചെയിനുമായിട്ട് ഒരു ഇലക്ട്രോൺ അട്രാക്റ്റിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ്ങോ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഓർ ആറ്റംസ് ഓർ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ അങ്ങനെയുള്ള ഗ്രൂപ്പ്സ് കോവാലൻ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പ്സ് നമ്മളുടെ കാർബൺ ചെയിനിന് ഒരു പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ ബോണ്ടിന് ഒരു പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യും. സോ ആ പൊളാരിറ്റി ചേഞ്ച് ആണ് നമ്മുടെ ഇൻഡക്റ്റീവ് എഫക്റ്റിനെ ലീഡ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ് പറയുന്നത്? ഇറ്റ് കോസ് പൊളാരിറ്റി ആൻഡ് ഇൻ ടേൺസ് കോസ് ഇൻഡക്ഷൻ ഓഫ് പൊളാരിറ്റി ഇൻ ആൻ അഡ്ജസൻറ്റ് അതർവൈസ് നോൺ പോളാർ ബോണ്ട് ആൻഡ് ദിസ് എഫക്റ്റ് may further can be transmitted through the adjacent CC sigma bond in the chain. അതായത് നമ്മളുടെ ഒരു നോൺ പോളാർ ആയിട്ടുള്ള ബോണ്ടിലേക്ക് പോളാർ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ്സ് ഓർ ആറ്റം അറ്റാച്ച് ചെയ്തു. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിങ്ങോ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ബോണ്ടിലൊരു പൊളാരിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ ഈ പൊളാരിറ്റി ആ CC ചെയിനിൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഫിനോമിനനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓർ I എഫക്റ്റ് എന്ന് പറയുന്നത്. അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റാണ്. അതായത് ഇപ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ എന്ന് കൺസിഡർ ചെയ്യുക. അവിടെ എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. സോ അവിടെ ഒരു പൊളാരിറ്റി ചേഞ്ച് വരുന്നില്ല. കാരണം കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പൊളാരിറ്റി അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ അഫിനിറ്റിയൊക്കെ ഏകദേശം സെയിം ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ്, അതായത് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കാൻ ബേസിക് ആയിട്ട് വേണ്ടത് എന്താണ്? അവിടെ ഒരു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് വേണം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പും കാർബണും തമ്മിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നോക്കുമ്പോൾ അവിടെ നല്ല രീതിയിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുകയുള്ളൂ. സോ ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് കോവാലൻ്റ്ലി കാർബണായിട്ട് ബോണ്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം.
സോ ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ, അതിന് ഇലക്ട്രോൺ ആവശ്യമുള്ള ഗ്രൂപ്പാണ്. സോ ഇലക്ട്രോൺ ആവശ്യമുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ കാർബൺ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്താൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവുമല്ലോ. കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുക. സോ ഈ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെയുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി, അതായത് ഈ സിഗ്മ ബോണ്ടിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൊണ്ടുപോകും. സോ അവിടെയുള്ള ആ ഷെയറിങ്ങിലുള്ള ഇലക്ട്രോൺ പെയറാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു പൊളാരിറ്റി, അതായത് ആ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ബോണ്ടിൽ നിന്ന് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യും. സോ അവിടെ ഒരു പൊളാരിറ്റി ഡിഫറൻസ് ഉണ്ടാവും, അതായത് പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ അവിടെ ബേസിക് ആയിട്ട് വേണ്ട കാര്യം എന്താണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് വേണം നമ്മളുടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്ന ആറ്റംസ് തമ്മിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് തമ്മിൽ. ക്ലിയർ അല്ലേ? സോ നമുക്ക് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ അതിനൊരു ഇലുസ്ട്രേഷൻ പോലെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. സോ നമ്മളുടെ സി ചെയിൻ ആണെന്ന് വിചാരിക്കൂ. ഇത് കാർബൺ 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 ഇങ്ങനെ ഹൈഡ്രോ കാർബണിൻ്റെ ചെയിനാണ്. സോ ഇതിലേക്ക് നമ്മളുടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് അല്ലെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഇവിടുത്തെ കാർബണുമായിട്ട് നമ്മുടെ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഇവിടെ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. സോ ഇവിടുത്തെ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഈ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം അട്രാക്റ്റ് ചെയ്യും. സോ അവിടെ എന്താണ് വ്യത്യാസം വരിക? സോ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓൾറെഡി ഇവിടുത്തെ ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടാവും. ഇവിടെ നെഗറ്റീവ് ചാർജാണ് വരിക, അതായത് ഇലക്ട്രോണിനെ നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള എക്സ് ഗ്രൂപ്പ് അട്രാക്റ്റ് ചെയ്യുകയാണല്ലോ. സോ അവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും. അതുപോലെ ഈ തൊട്ടടുത്ത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന കാർബൺ ഉണ്ടല്ലോ, അതിനൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഉണ്ടാവും. സോ ഇവിടെ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്മൾ ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഈ കാർബൺ സെൻറ്റർ, അവിടെ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സെൻറ്റർ ആയിട്ട് ജനറേറ്റ് ചെയ്തു. സോ അവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ ഇവിടുത്തെ തൊട്ടടുത്തുള്ള സിഗ്മ ബോണ്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യും. സോ അവിടെയൊക്കെ ഒരു പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും. സോ ഇവിടെയൊക്കെ പോസിറ്റീവ് ചാർജുകൾ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഈ ഒരു എഫക്റ്റ് നമ്മളുടെ അടുത്തുള്ള കാർബൺ ചെയിനിലേക്കൊക്കെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു കാർബൺ ഉണ്ടല്ലോ, സോ ഈ ഒരു കാർബണിൽ എഫക്റ്റ് വരുന്ന അത്രയും തന്നെ ആ ഒരു ഇലക്ട്രോൺ ഫുള്ള് ഈ തൊട്ടടുത്തുള്ള കാർബണിലേക്ക് വരുന്നുണ്ടാവില്ല. ഡയറക്റ്റ്ലി കോണ്ടാക്ട് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ്ലി സിഗ്മ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാർബണിൽ മാത്രം, അതായത് തൊട്ടടുത്തുള്ള കാർബണിലായിരിക്കും ആ എഫക്റ്റ് കൂടുതലുണ്ടാവുക. അതിന് തൊട്ട് അപ്പുറത്തേക്കുള്ള, അതായത് കാർബൺ ചെയിനിലെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ആറ്റംസിലേക്ക് പോകുന്നത് കൂടെ അതിൻ്റെ എഫക്റ്റ്, അതായത് ഈ ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ആ ഒരു എബിലിറ്റി ഉണ്ടല്ലോ, ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയും. സോ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ കൂടി അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന കാർബണിലായിരിക്കും അത് കൂടുതലായിട്ട് എഫക്റ്റ് ഉണ്ടാവുക. ആ ഒരു ഇലക്ട്രോൺ പുള്ള് ഈ എക്സ് ഗ്രൂപ്പ് കാരണം, അതായത് നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള എക്സ് ഗ്രൂപ്പിൻ്റെ ആ ഒരു പ്രസൻസ് കാരണമുള്ള ഇലക്ട്രോൺ പുള്ള് ഫസ്റ്റ് ഉള്ള കാർബണിനായിരിക്കും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക. ആ എഫക്റ്റ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ആ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കുറയുന്നു വരും. സോ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്, അതായത് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഇവിടെ ഈ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻ്റ് എഫക്റ്റാണ്. നമ്മുടെ മോളിക്യൂളിൽ എവിടെയാണോ നമുക്കൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നമ്മളുടെ കാർബൺ ചെയിനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, ആ സമയം മുതൽ അവിടെ ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് അവിടെ കാണിക്കുന്നുണ്ടാവും. അത് ആ മോളിക്യൂളിൽ പെർമനൻ്റ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ടാവും. അതുപോലെ ഈ എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിസ്റ്റൻറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് എത്ര അടുത്താണോ നമ്മളുടെ കാർബൺ ഉള്ളത് ആ കാർബണിനായിരിക്കും ഇവിടുത്തെ ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ മോസ്റ്റ് എഫക്റ്റീവ് ഫീൽ ആവുക. തൊട്ടടുത്തുള്ള ആ ഒരു കാർബൺ ചെയിനിൽ ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിനനുസരിച്ച് ആ എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇത് രണ്ടുമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട 2 പോയിൻറ്റ്സ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇനി ഏതൊക്കെ ഗ്രൂപ്പ്സാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുന്നത് നോക്കാം. സോ അതിൽ തന്നെ ഇൻഡക്റ്റീവ് എഫക്റ്റിനെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. -I എഫക്റ്റും അതുപോലെ +I എഫക്റ്റും. സോ -I എഫക്റ്റ് എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് കാണിക്കുന്നതാണ്, വിഡ്രോയിങ് ഗ്രൂപ്പ്. ഓക്കെ. അതുപോലെ +I എഫക്റ്റ് എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് കാണിക്കുന്നതാണ്.
ക്ലിയർ അല്ലേ? അതായത് -I എന്ന് പറയുമ്പോൾ നമ്മളെ കാർബൺ ചെയിനിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടി നമ്മളെ ഗ്രൂപ്പ് അതിൽ നിന്ന് എടുക്കും. അതുപോലെ +I എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഇലക്ട്രോൺ ഡെൻസിറ്റീനെ ഡൊണേറ്റ് ചെയ്യും. അതായത് കാർബൺ ചെയിനിലേക്ക് ഇലക്ട്രോൺസിനെ പമ്പ് ചെയ്യും +I ഗ്രൂപ്പുകൾ. സോ ഇതിൽ തന്നെ നമുക്കിനി +I എഫക്റ്റും -I എഫക്റ്റും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏതൊക്കെ ഗ്രൂപ്പുകളാണ് +Iയും -Iയും കാണിക്കുന്നത് നോക്കാം. സോ അതിലാദ്യം നമുക്ക് -I നോക്കാം. സോ -I ഞാൻ പറഞ്ഞു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ്. അതായത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുതലുള്ള ഗ്രൂപ്പുകളായിരിക്കും നമ്മളുടെ -I എഫക്റ്റ് കാണിക്കുക. അത് നമ്മളെ കാർബൺ ചെയ്യുന്നുള്ള ഇലക്ട്രോൺസിനെ കൂടി വിഡ്രോ ചെയ്യും. സോ ഇതിൽ ഇത്രയും ഗ്രൂപ്പ് NO2 ഗ്രൂപ്പ്, CN ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പ്, അതുപോലെ നമ്മളെ ഹാലജൻസ് OCH3, OH ആൻഡ് ഫിനൈൽ ഗ്രൂപ്പ്, ഇത്രയും ഗ്രൂപ്പുകളാണ് ഇവിടെ -I എഫക്റ്റ് കാണിക്കുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് തന്നെയാണ് ഇവിടുത്തെ -I എഫക്റ്റ് കാണിക്കാനുള്ള കാരണം. സോ ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ഹെട്രോ ആറ്റമാണ്, അല്ലെങ്കിൽ നമ്മുടെ കാർബൺ ഹൈഡ്രജൻ അല്ലാത്ത വേറൊരു ആറ്റമാണ് ഉണ്ടാകുന്നത് നമ്മളുടെ കോർഡിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ അവിടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. സോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എക്സാമ്പിളായിട്ട് ഹാലജൻ ഗ്രൂപ്പിനെ എടുക്കാം. സോ ഹാലജൻ ഗ്രൂപ്പിന് എന്താണ്, ഒരു ഇലക്ട്രോൺ കൂടി വന്നാൽ അവർക്ക് ഒക്ടറ്റ് ഫില്ലാവും. സോ അവർ ഒക്ടറ്റ് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതായത് സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നത്. സോ സിഗ്മ ബോണ്ട് ഉണ്ടാക്കിയതിന് ശേഷമുള്ള ആ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അവരുടെ ബോണ്ടിലേക്ക് കുറേം കൂടി അടുത്ത് വയ്ക്കും. അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വരും. അതിന് വേണ്ടിയിട്ടാണ് അവരെ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കോൺഫിഗറേഷൻ വരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സിഗ്മ ബോണ്ട്, അതായത് കാർബണുമായിട്ടും ഹാലജനായിട്ടും ബോണ്ട് ഫോം ചെയ്തിരിക്കുന്ന ആ ബോണ്ടിൽ നിന്ന് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്തിട്ട് അവിടെ ഒക്ടറ്റ് ഫില്ലാക്കുന്നത്. സോ അങ്ങനെ ആകുമ്പോഴാണ് അവർ ആ ഇലക്ട്രോൺ പുള്ള് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആയിട്ടുള്ള -I എഫക്റ്റ് വരുന്നത്. സോ ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഗ്രൂപ്പിലും ഒരു ഹെട്രോ ആറ്റം ഉണ്ട്. ഇവിടെ ഹാലജൻസ് ഉണ്ട്, നമുക്ക് ഓൾറെഡി അറിയാം ഹാലജൻസിൻ്റെ കാര്യം. ഇവിടെ ഓക്സിജൻ ഉണ്ട്. പിന്നെ ഇവിടെ ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചർ വൈസ് ആണ് അവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ട് മാറുന്നത്. ക്ലിയർ അല്ലേ? സോ ഇത്രയാണ് നമ്മളുടെ -I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ. ക്ലിയർ ആണല്ലോ? അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് +I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു +I എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. സോ ഇലക്ട്രോൺ ഡൊണേഷൻ എങ്ങനെയാണ് നടക്കുക, അതായത് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മളുടെ ഹൈഡ്രോ കാർബൺ കോർഡിനേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. സോ അവിടെ ഇലക്ട്രോൺ എക്സസ് ആണ് നമ്മുടെ ഗ്രൂപ്പിനുള്ളത്. സോ അവിടെ ഈ നമ്മളുടെ ബോണ്ട് പെയറിലുള്ള, അതായത് സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ കാർബൺ ആൻഡ് ഒരു Y ഗ്രൂപ്പ്, നേരത്തെ X ആണെങ്കിൽ ഇത് Y ഗ്രൂപ്പ് എന്ന് പറയും. സോ ഈ Y ഗ്രൂപ്പിന് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളൊരു സ്പീഷിയാണ്. സോ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷി ഇവിടെ ഈ ബോണ്ട്, ഈ നമ്മുടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്തല്ലോ. സോ ഈ സിഗ്മ ബോണ്ടിലുള്ള ഇലക്ട്രോൺസും ഇവിടുത്തെ Y ഗ്രൂപ്പ്, അതായത് നമ്മളുടെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ റിലീസിങ് ആയിട്ടുള്ള ഗ്രൂപ്പിലെ ആ ഇലക്ട്രോൺ റിച്ച്നെസ് ഉണ്ടല്ലോ, അതായത് ഒരുപാട് ഇലക്ട്രോൺസ് അതിനുണ്ട്. സോ ആ ഇലക്ട്രോൺസും ബോണ്ടിലുള്ള ഇലക്ട്രോൺസും തമ്മിലുള്ള ഒരു റിപ്പൾഷൻ ഉണ്ടാവും. സോ ആ റിപ്പൾഷൻ കാരണമാണ് ഇവിടെ ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ് വരുന്നത്, അല്ലെങ്കിൽ +I എഫക്റ്റ് വരുന്നത്. +I എഫക്റ്റിനെ നമ്മൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ് എന്നും അല്ലെങ്കിൽ ഇലക്ട്രോൺ റിപ്പലിംഗ് എഫക്റ്റ് എന്നും പറയും. സോ അവിടെ ബേസിക്കലി എന്താണ്, അവിടെ നമ്മളുടെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിന് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ ബോണ്ടിലേക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ആ ഇലക്ട്രോൺ അറ്റ്മോസ്ഫിയറിനെ കുറയ്ക്കാനാണ് ആ ഗ്രൂപ്പ് ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇവിടെ +I എഫക്റ്റ് എന്ന് പറയാൻ കാരണം. ക്ലിയർ അല്ലേ? അതായത് ഓൾറെഡി ഈ ഗ്രൂപ്പിന് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്, അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഒരുപാട് ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റത്തിന് അതൊരു അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഡീസ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതായത് അതിൻ്റെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. സോ ബോണ്ട് എപ്പോഴും ഫോം ചെയ്യുന്നത് എന്തിനാണ്, ആ സ്റ്റെബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് ബോണ്ടിങ് ഇൻട്രാക്ഷനിൽ വരുന്നത്. സോ ഈ കേസിൽ Y എന്നുള്ള സ്പീഷീൻ്റെ അടുത്ത് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഒരുപാട് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് അതൊരു ഡീസ്റ്റേബിലൈസ്ഡ് സ്റ്റേറ്റ് ആണ്. സോ അങ്ങനെ സ്റ്റേറ്റിലാണ് Y എന്നുള്ള സ്പീഷി ഉള്ളത്. സോ അതിന് ആ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഹൈഡ്രോ കാർബണായിട്ട് ഈ Y ഗ്രൂപ്പ് ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ ഈ Y ഗ്രൂപ്പിലുള്ള ഇലക്ട്രോൺസിനെ നമ്മുടെ കാർബണിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. സോ അവിടെ ആ ബോണ്ട് സാച്ചുറേറ്റഡ് ആയിട്ട് അവിടെ
നമുക്ക് അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇലക്ട്രോൺ റിലീസിങ് ആണ് വരുന്നത്. അതുകൊണ്ടാണിത് ഇവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റിൽ പ്ലസ് ഐ എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺ എങ്ങനെയാണ് നമ്മുടെ ബോണ്ടിലേക്ക് വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് എന്ന് ഇതിനെ പറയുന്നത്, അതുപോലെ പ്ലസ് ഐ എഫക്റ്റ് എന്ന് വരുന്നത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പുകളാണ് പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുക. അവർ ആ ബൾക്കിനെസ് കൊണ്ട് അവർക്ക് ആ ഇലക്ട്രോൺ ക്ലൗഡിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു സ്റ്റെറിക് എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട്. സോ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റിയെ നമ്മളുടെ ഹൈഡ്രോ കാർബണിലേക്ക് പമ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാണ് നമ്മളെ പ്ലസ് ഐ എഫക്റ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ കാണിക്കുന്നത്. സോ നമുക്ക് ഇത്രയും ഗ്രൂപ്പുകളാണ് നമ്മളെ പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് ഒന്ന് വരച്ച് നോക്കാം. സോ ആദ്യം വരുന്നത് CH3 മിഥൈൽ ഗ്രൂപ്പ് അല്ലെ മീഡിയൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ മിഥൈൽ ഉണ്ട്, CH2 CH3. പിന്നെ ബൾക്കിയർ ആയിട്ടുള്ള ഗ്രൂപ്പിനാണ് എപ്പോഴും പ്ലസ് ഐ എഫക്റ്റ് കൂടുതൽ വരുന്നത്. സോ ഇവിടെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ 2 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് നമ്മളുടെ പ്ലസ് ഐ എഫക്റ്റ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മളുടെ പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളും മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് നമ്മളുടെ ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 2 പോയിൻ്റ് ആണുള്ളത്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻ്റ് എഫക്റ്റ് ആണ്. പെർമനൻ്റ് എഫക്റ്റ് അതായത് നമ്മളുടെ ഹൈഡ്രോ കാർബണിലേക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് സിഗ്മ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു പൊളാരിറ്റി ഡിഫറൻസ് ആ മോളിക്യൂളിന് ത്രൂ ഔട്ട് ഉണ്ടായിരിക്കും. അതായത് എപ്പോഴാണോ ആ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞത് അതിനുശേഷമുള്ള എപ്പോഴും ആ ബോണ്ട് ബ്രേക്ക് ആവുന്നത് വരെ ആ പൊളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മളുടെ ഈ പ്ലസ് ഐ ഓർ മൈനസ് ഐ എഫക്റ്റ്. ഏത് രീതിയിൽ ആ ഒരു പ്ലസ് ഐ എഫക്റ്റും മൈനസ് ഐ എഫക്റ്റും വന്നു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചാർജ് സെപ്പറേഷൻ അല്ലെങ്കിൽ പൊളാരിറ്റി ആ മോളിക്യൂളിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് എന്താണ്, നമ്മളുടെ ഡിസ്റ്റൻറ്റ് ഡിപ്പെൻഡൻ്റ് ആണ് നമ്മളുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ്. അതായത് നമ്മളുടെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളുടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടല്ലോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഓർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ്. നേരത്തെ പോലെ ഒരു കാർബൺ ചെയിനിലേക്ക് നമ്മളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് കോർഡിനേറ്റ് ചെയ്തു, ബോണ്ട് ഫോം ചെയ്തു. സോ ഇവിടുത്തെ എക്സ് ഗ്രൂപ്പാണ് ഇവിടുത്തെ നമ്മളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ഗ്രൂപ്പ്. സോ അതിലേക്ക് അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് പൊളാരിറ്റി വരുന്നല്ലോ, പ്ലസ് ഇങ്ങനൊരു പൊളാരിറ്റി ഉണ്ടാവും. സോ ഈ ഒരു പൊളാരിറ്റി നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. തൊട്ടടുത്തുള്ള ഗ്രൂപ്പിൽ അത്രയും ഇൻറ്റൻസിറ്റിയിൽ ആ ഒരു എഫക്റ്റ്, അതായത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അതിന് തൊട്ടടുത്തുള്ള ഈ കാർബൺ 1-നായിരിക്കും അതിൻ്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാവുക, കാർബൺ 2-ന് അത്ര എഫക്റ്റ് ഉണ്ടായിരിക്കില്ല. അതുപോലെ കാർബൺ 3-ക്കും ഇവിടെ ഒരു ഇതിനേക്കാൾ കുറഞ്ഞ ഒരു എമൗണ്ടിലെ പാർഷ്യൽ ചാർജ് ഫീൽ ചെയ്യുന്നുള്ളൂ, അതായത് പൊളാരിറ്റി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇവിടെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻഡക്റ്റീവ് എഫക്റ്റിനുള്ളത്. അതായത് ഒന്ന് നമ്മളുടെ പെർമനൻ്റ് എഫക്റ്റ് ആണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഡിസ്റ്റൻറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. സോ നിങ്ങൾക്ക് ഒരു എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡെഫിനിഷൻ എന്താണ്, എങ്ങനെയാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും നമ്മളുടെ പൊളാരിറ്റി ചാർജ് സെപ്പറേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. പിന്നെ ചോദിക്കാറുള്ളത് പ്ലസ് ഐ എഫക്റ്റും മൈനസ് ഐ എഫക്റ്റും കാണിക്കുന്ന ഗ്രൂപ്പ്സ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണെന്നുള്ളത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ചോദിക്കാറ്. സോ അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ കൂടി നമുക്കത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. സോ ബേസിക്കലി നിങ്ങൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് വൃത്തിക്ക് മനസ്സിലാക്കണം. അതായത് എന്തുകൊണ്ടാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് വരുന്നതെന്ന്, അവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് നമ്മളുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് വരുന്നത്. അതുപോലെ എത്ര ടൈപ്പ് ഉണ്ട് നോക്കുക, 2 ടൈപ്പാണുള്ളത്, പ്ലസ് ഐ എഫക്റ്റും ഉണ്ട് മൈനസ് ഐ എഫക്റ്റും ഉണ്ട്. സോ അത് കാണിക്കുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇത്രയാണ് നമ്മളുടെ ഇൻഡക്റ്റീവ് എഫക്റ്റിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.
നമുക്ക് ഇനി നോക്കാനുള്ളത് ഈ ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. 2 മോളിക്യൂൾ തന്നിട്ട് ഏതിനാണ് അസിഡിറ്റി കൂടുതലുണ്ടാവുക, ഏതിനാണ് സ്റ്റെബിലിറ്റി കൂടുതലുണ്ടാവുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഈസ് സ്ട്രോങ്ങർ ആസിഡ്, അസറ്റിക് ആസിഡ് ഓർ ഫോമിക് ആസിഡ്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഈസ് ദ മോസ്റ്റ് ആസിഡിക് എമംഗ് ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ്. സോ രണ്ടിലും നമ്മളോട് ആസിഡിക് സ്ട്രെങ്ത് ആണ് കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നിലെന്താണ് അസറ്റിക് ആസിഡ് ആണുള്ളത്, രണ്ടാമത്തേൽ ഫോമിക് ആസിഡാണ്. അസറ്റിക് ആസിഡിൻ്റെയും ഫോമിക് ആസിഡിൻ്റെയും അസിഡിറ്റി കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡിൻ്റെ ആസിഡുകൾ, അതായത് നമ്മൾക്ക് ക്ലോറിൻ്റെ കോർഡിനേഷൻ 3 രീതിയിൽ വരാനുണ്ട്. സോ ആ ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ് ഏത് ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡാണ് ആസിഡിറ്റി കൂടുതൽ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അസറ്റിക് ആസിഡും ഫോമിക് ആസിഡിൻ്റെയും അസിഡിക് സ്ട്രെങ്ത് ഏതിലായിരിക്കും കൂടുതൽ നോക്കാം. സോ നമുക്ക് ആദ്യം അസറ്റിക് ആസിഡിൻ്റെയും ഫോമിക് ആസിഡിൻ്റെയും സ്ട്രക്ചർ നോക്കാം. സോ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, CH3COOH ആണല്ലോ, ഇതാണ് അസറ്റിക് ആസിഡ്. ഫോമിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, HCOOH, ഇങ്ങനെയാണ് വരുന്നത്. സോ രണ്ടിൻ്റെയും സ്ട്രക്ചർ നോക്കുമ്പോൾ എന്താണ് വ്യത്യാസമുള്ളത്, ഇവിടെ ആസിഡ് ഗ്രൂപ്പ് കോമൺ ആണ്, ഈ ആസിഡ് ഗ്രൂപ്പ് രണ്ടിനും കോമൺ ആണ്. ഇവിടെ വ്യത്യാസമുള്ള എന്താണ്, ഇവിടെ CH3 ഉണ്ട്, H ഉണ്ട്. സോ അവിടെ മേജർ ഡിഫറൻസ് തന്നെ എന്താണ്, CH3യും H എന്നുള്ള ആ ഡിഫറൻസ് ഉള്ളൂ. സോ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ CH3 ഗ്രൂപ്പ് എന്താണ്, +I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് അല്ലേ. സോ +I എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി, അതായത് ഇലക്ട്രോൺ റിലീസിങ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് CH3 ഗ്രൂപ്പ്. ഓക്കെ, സോ നമ്മൾ ഹൈഡ്രജനെ വെച്ചിട്ട് ഹൈഡ്രജൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ് എന്നുള്ള രീതിയിൽ പറയാറില്ല. ഹൈഡ്രജനെ ഒരു സ്റ്റാൻഡേർഡായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ഈ കേസിൽ CH3 ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇലക്ട്രോൺ ഡെൻസിറ്റി CH3 ഗ്രൂപ്പ് നമ്മുടെ ആസിഡ് ഗ്രൂപ്പിന് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സോ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്, ആസിഡ് H+ റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ എത്ര ഫാസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആസിഡ് സ്ട്രെങ്ത് പറയുന്നത്. സോ ഏറ്റവും പെട്ടെന്ന് റിലീസ് ചെയ്യുന്നത് സ്ട്രോങ്ങർ ആസിഡ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ H+ കോൺസെൻട്രേഷൻ ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന, അല്ലെങ്കിൽ സൊല്യൂഷനിൽ എത്രയും പെട്ടെന്ന് H+ റിലീസ് ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ സ്ട്രോങ്ങർ ആസിഡ് എന്ന് പറയാം. അപ്പോൾ ഈ കേസിൽ ഏതാണ് സ്ട്രോങ്ങർ ആസിഡ് നോക്കണമെങ്കിൽ നമുക്കിതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് അതിൻ്റെ ഡിസോസിയേഷൻ വെച്ചിട്ട് പറയാം. സോ ആദ്യം നമുക്ക് അസറ്റിക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ നോക്കാം. അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, അതായത് CH3COOOH നിന്ന് ആസിഡ് റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ H+ റിലീസ് ചെയ്യണമല്ലോ. സോ H+ റിലീസ് ചെയ്താൽ എന്താണ് അവിടെ ബാക്കി ഉണ്ടാവുക, COO O- പ്ലസ് H+, ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഇവിടെയുള്ള ഈ OH- ഇവിടെ റെസണൻസ് പോസിബിളാണ്, റെസണൻസ് ഇങ്ങനെ പോസിബിളാണ്. സോ അതിന് റെസണേറ്റിംഗ് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. CH3COO, ഇവിടെ ഈ മൈനസ് ചാർജ് ഇങ്ങനെ റെസണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇത് ഈ ബോണ്ടിലേക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയാൽ ആ റെസണൻസ് സ്ട്രക്ചർ എങ്ങനെ വരും, CH3CO- ഇങ്ങനെയായിരിക്കും നമ്മളെ സ്ട്രക്ചർ വരിക. സോ ഈ രണ്ട് ഓക്സിജനിലും ഈ നെഗറ്റീവ് ചാർജിന് റെസണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ ഈ ഒരു റെസണേറ്റിംഗ് സ്ട്രക്ചറിൽ ഈ CH3 ഉണ്ടല്ലോ, ഈ CH3 കൂടി ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 2 ഓക്സിജനിൽ നമ്മുടെ ഇലക്ട്രോൺ, അതായത് നെഗറ്റീവ് ചാർജ് ഡീലോക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റെസണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിലേക്കാണ് നമ്മുടെ CH3 ഗ്രൂപ്പ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ആവുമ്പോൾ എന്താണ്, ആ സിസ്റ്റം ഡീസ്റ്റെബിലൈസ് ആവുകയാണ് ചെയ്യുക. അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ് ആവുന്നത്. അതും തന്നെ അതിന് 2 ഓക്സിജനിൽ റെസണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൗണ്ട് കൂടുതലാണ്. സോ ആ സിസ്റ്റം എങ്ങനെയായിരിക്കും, ഡീസ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും. നമ്മുടെ അസറ്റിക് ആസിഡ് സൊല്യൂഷനിലേക്ക് വരുമ്പോൾ H+ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റേറ്റ് അയോൺ ആയിട്ട് മാറും. സോ അസറ്റേറ്റ് അയോണിലാണ് നമ്മുടെ ഈ 2 ഓക്സിജനിൽ നെഗറ്റീവ് ചാർജ് ഡീലോക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ഡീലോക്കലൈസേഷനിലേക്ക് ആണ് നമ്മൾ CH3 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. സോ ആ സിസ്റ്റം എന്തായിരിക്കും,
എനർജറ്റിക്കലി ഡീസ്റ്റേബിലൈസ്ഡ് ആണ്. അതായത് ഇലക്ട്രോൺസ് കൗണ്ട് കൂടുതലാവുമ്പോൾ ആ സിസ്റ്റം ഓൾ ടുഗദർ ഡീസ്റ്റേബിലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമായിട്ട് മാറുന്നുണ്ട്. സോ അങ്ങനെ ആവുമ്പോഴെന്താണ്, ആ ഡീസ്റ്റേബിലൈസ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് നമ്മളുടെ അയോൺസ് പ്രൊഡ്യൂസ് ആവില്ല. സോ എപ്പോഴും നമ്മളുടെ ആറ്റംസ് സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുക. ഇത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, H+നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡീസ്റ്റേബിലൈസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. സോ അത് നമ്മുടെ മോളിക്യൂൾസ് പ്രിഫർ ചെയ്യുന്നില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അസറ്റിക് ആസിഡ് ഡിസോസിയേഷൻ ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എനർജറ്റിക്കലി ഡീസ്റ്റേബിലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്കാണ് മാറുന്നത്. നേരെ മറിച്ച് നമുക്ക് ഫോമിക് ആസിഡിൻ്റെ നോക്കാം. ഫോമിക് ആസിഡിൻ്റെ കേസിൽ HCOOH ഇങ്ങനെയാണല്ലോ വരുന്നത്. അത് H+നെ റിലീസ് ചെയ്താൽ എങ്ങനെയാണ് വരിക? HOH O- ആണ് വരിക. ഇത് ഡീലോക്കലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും അതിൻ്റെ സ്ട്രക്ചേഴ്സ്? HCO-O. പിന്നെ രണ്ടിനെ നമുക്ക് ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? HCOO. ഇവിടെ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഗ്രൂപ്പ് എന്താണ്? ഹൈഡ്രജൻ ഗ്രൂപ്പ് അല്ലേ? സോ ഇത് നമ്മളൊരു +I എഫക്റ്റ് കാണിക്കുന്നതോ -I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാറില്ല ഹൈഡ്രജൻ്റെ കേസിൽ. നേരത്തേൽ അസറ്റേറ്റ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡിൻ്റെ കേസിൽ ഇവിടെ CH3CO- ഡബിൾ ബോണ്ടോ, ഇതാണ് നമ്മുടെ അസറ്റേറ്റ് ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. CH3OO നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ എന്താണ്, ഈ CH3 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഡൊണേറ്റ് കൊടുത്തുകൊണ്ട് ഈ അസറ്റേറ്റ് അയോണിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടുകയാണ്. സോ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടുമ്പോൾ അത് ഡീസ്റ്റേബിലൈസ്ഡ് ആയിട്ട് സ്റ്റേറ്റ് ആവും. സോ അങ്ങനെ ആവുന്ന സ്റ്റേറ്റിൽ ഇത് H+നെ റിലീസ് ചെയ്യാതെ നിൽക്കുകയാണ് ചെയ്യുക. സോ H+നെ റിലീസ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ എന്താണ്, അത് അസിഡിക് സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുക. അതായത് എത്ര ഫാസ്റ്റായിട്ട് H+നെ റിലീസ് ചെയ്യുന്നോ അത്രയും അസിഡിക് ആണ് നമ്മുടെ മോളിക്യൂൾ എന്ന് പറയാൻ പറ്റും. സോ ഈ കേസിൽ എന്താണ്, അസറ്റിക് ആസിഡിന് ഈ ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. കാരണം കംപ്ലീറ്റ് ആയാൽ, ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസറ്റേറ്റ് അയോൺ ഡീസ്റ്റേബിലൈസ്ഡ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ അയോൺസ് ആണ്. സോ ആ ഡീസ്റ്റേബിലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് നമ്മുടെ മോളിക്യൂൾ ഫോം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ അസറ്റിക് ആസിഡിനെയും ഫോമിക് ആസിഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ മോർ അസിഡിക് ആയിട്ടുള്ളത് ഫോമിക് ആസിഡ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് നമ്മൾ അസറ്റിക് ആസിഡിനെയും ഫോമിക് ആസിഡിനെയും കമ്പയർ ചെയ്തതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് നമുക്ക് ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡിൻ്റെ എക്സാമ്പിൾ നോക്കാം. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞു വെച്ചാൽ, ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡുകളിൽ ഏതിനാണ് അസിഡിക് സ്ട്രെങ്ത് കൂടുതലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം ബ്യൂട്ടനോയിക് ആസിഡ് എഴുതി നോക്കാം. ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ 4 കാർബണുള്ള ആസിഡാണ്. സോ CH3, CH2, CH2, COOH നമ്മളുടെ 4 കാർബണുള്ള ആസിഡായി. ഇനി നമുക്ക് ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡാണ്. സോ നമുക്കിവിടെ 3 കാർബണിൽ നമുക്ക് ക്ലോറിനെ പ്ലേസ് ചെയ്യാം. സോ ആദ്യത്തേൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? CH3, CH2, CHCl, COH. അതുപോലെ CH3, CHCl, CH2, COOH. ലാസ്റ്റിൽ വരികയാണെങ്കിൽ CH2, Cl, CH2, CH2, COOH. ഇത്രയും പോസിബിലിറ്റി അല്ലേ ഉള്ളൂ നമ്മളുടെ ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡിൻ്റെ. അതായത് മോണോക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡാണ്, ഒരു ക്ലോറിൻ മാത്രമേ റീപ്ലേസ് ചെയ്തായിട്ട് വരുന്നുള്ളൂ. സോ ഇതിൽ ആദ്യത്തേൽ നമ്മൾ സെക്കൻഡ് പൊസിഷൻ ക്ലോറിൻ വന്നു, അതുപോലെ തേർഡ് പൊസിഷനിൽ വന്നു, അതുപോലെ ഫോർത്ത് പൊസിഷനിലും വന്നു. ക്ലിയർ അല്ലേ? 1, 2 and 3 നമുക്ക് 3 എണ്ണമാണ് ഉള്ളത്. സോ ഇതിൽ ഏതിനായിരിക്കും അസിഡിക് സ്ട്രെങ്ത് കൂടുതലെന്ന് നോക്കാം. സോ ഇവിടെ അസിഡിക് സ്ട്രെങ്ത് നമ്മളുടെ ഡിസ്റ്റൻസ് ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഡിസ്റ്റൻസ് നോക്കണമല്ലോ. അതായത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഇവിടെ ആസിഡ് ഗ്രൂപ്പിൻ്റെ ഡിസോസിയേഷനെ നമ്മളുടെ ഈ ക്ലോറിൻ്റെ പ്രസൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. സോ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ആസിഡിൽ നിന്ന് H+ എത്ര ഫാസ്റ്റായിട്ട് റിലീസ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CH3, CH2, CH,
COOH. ഇവിടെ ക്ലോറിൻ ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഫസ്റ്റ് കോമ്പൗണ്ടിലുള്ള നമ്മുടെ ആസിഡ് ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ തൊട്ടടുത്തുള്ള കാർബണിലാണ് ക്ലോറിൻ ഉള്ളത്. സോ ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണല്ലോ ക്ലോറിൻ. സോ ഇത് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യും. സോ ആ ഒരു എഫക്റ്റ് ഈ ഒരു കാർബണിലേക്ക് എത്താനുള്ള കാര്യം, അതായത് ആ ഒരു ഇലക്ട്രോൺ ഫുള്ള് ഇവിടുന്ന് പോയിട്ടുണ്ടാവും. സോ ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടാവും. സോ ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻസിയെ മറികടക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കാർബണിൽ നിന്നായിരിക്കും ആ ഈ കാർബണുമായിട്ടുള്ള ബോണ്ടിൽ നിന്ന് ഇലക്ട്രോണിനെ പുൾ ചെയ്യുന്നുണ്ടാവുക. സോ അൾട്ടിമേറ്റ്ലി അതെന്താണ്, ഇവിടെ ഈ ഡിസ്റ്റൻസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഈ OHനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. സോ ഈ OHയിലെ ഈ ബോണ്ട് ഉണ്ടല്ലോ, കാർബൺ ഓക്സിജൻ ബോണ്ട്, അവിടെ അതൊരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് മാറും. സോ ഇവിടുന്ന് H+ന് ഈസി ആയിട്ട് റിലീസ് ആവാൻ പറ്റും. സോ അതിന് CH3, CH2, CHCl, COO, O- ഇങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് മാറാൻ പറ്റും, +H+. ഓക്കെ. സോ ഇവിടെ നമ്മുടെ ആസിഡ് ഗ്രൂപ്പുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന കാർബണിലാണ് നമ്മുടെ ക്ലോറിൻ ഉള്ളത്. സോ അവിടുത്തെ ആ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ എഫക്റ്റ് ആസിഡ് ഗ്രൂപ്പിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. ക്ലിയർ അല്ലേ? സോ അവിടെ ആ ഒരു ഡിസ്റ്റൻസ് തൊട്ടടുത്തുള്ള കാർബണിലായതുകൊണ്ട് ആ ഡിസ്റ്റൻസിൻ്റെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് ഉള്ളത്. സോ നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ ആ എഫക്റ്റ് ആസിഡ് ഗ്രൂപ്പിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇനി അടുത്ത രണ്ട് എക്സാമ്പിൾ നോക്കുവാണെങ്കിലോ, അടുത്ത രണ്ട് എക്സാമ്പിളിൽ തൊട്ടടുത്തുള്ള കാർബണിലേക്കല്ലേ മാറുന്നത്, CH, Cl, CH2, C ഡബിൾ ബോണ്ട് OH. സോ ഇവിടെ നിന്ന് ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് ആയിട്ടുള്ള ക്ലോറിനാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ കൂടി, പക്ഷേ ഇവിടെ നമുക്ക് എത്ര കാർബൺ മറികടക്കണം? ഈ ഒരു കാർബൺ കഴിയണം, ഈ ഒരു കാർബൺ കഴിയണം, എന്നിട്ടാണ് ഇവിടുത്തെ ആസിഡ് ഗ്രൂപ്പ് വരുന്നത്. 2 കാർബൺ കഴിഞ്ഞിട്ടേ നമ്മളുടെ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള ക്ലോറിൻ്റെ എഫക്റ്റ് അവിടെ ആസിഡ് ഗ്രൂപ്പിലേക്ക് എത്തുള്ളൂ. സോ ഇവിടെ നേരത്തെ ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞ അത്രയും ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ രണ്ടാമത്തെ മോളിക്യൂളിൽ ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ തേർഡ് മോളിക്യൂളായിട്ടുള്ള ലാസ്റ്റ്, അതായത് CH2, Cl, CH2, CH2, COOH. ക്ലിയർ അല്ലേ? സോ ഇവിടുന്ന് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഈ ഗ്രൂപ്പ്, സോ ഇവിടുന്ന് എത്ര ബോണ്ട് കഴിയണം? ഈ ബോണ്ട് കഴിയണം, ഈ ബോണ്ട് കഴിയണം, ഈ 3 കാർബൺ കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ ആസിഡ് ഗ്രൂപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലാണ്. സോ ആ ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് ഈ ക്ലോറിൻ്റെ എഫക്റ്റ് നമ്മുടെ ആസിഡ് ഗ്രൂപ്പിലേക്ക് എത്തില്ല. സോ അതുകൊണ്ട് ആ ഡിസോസിയേഷന് ഇൻഫ്ലുവൻസ് അത്രയ്ക്ക് ഉണ്ടാവില്ല. ആദ്യത്തെ മോളിക്യൂൾ, അതായത് ഫസ്റ്റ് മോളിക്യൂളിനെ ഈ മോളിക്യൂളിനെ എക്സ്പ്ലെയിൻ ചെയ്ത പോലത്തെ ആ ഒരു ഡിസോസിയേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ആസിഡ് ഡിസോസിയേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും എഫക്റ്റ് അവിടെ ലാസ്റ്റ് മോളിക്യൂളിൽ ഉണ്ടാവില്ല. സോ ആദ്യത്തെ മോളിക്യൂളിനായിരിക്കും അവിടെ ഈസി ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവുക. സോ നമ്മുടെ ഈ മോളിക്യൂൾ ഫസ്റ്റ് മോളിക്യൂളാണ്, നമ്പർ പറയാം. സോ 1, 2, 3 പറയുന്നുണ്ട്. അതിൽ ആസിഡിക് സ്ട്രെങ്ത് നോക്കുവാണെങ്കിൽ ഏതിനാണ് വരിക? ഫസ്റ്റ് മോളിക്യൂളിനാണ് ആസിഡിക് സ്ട്രെങ്ത് കൂടുതലുണ്ടാവുക, പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്. ഈ ഓർഡറിലാണ് നമ്മളുടെ ആസിഡ് സ്ട്രെങ്ത് വരുന്നുണ്ടാവുക. അതിന് കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ എഫക്റ്റാണ്. ഇവിടെ നെഗറ്റീവ് അല്ലെങ്കിൽ -I എഫക്റ്റാണ് നമ്മളുടെ ക്ലോറിൻ മോളിക്യൂൾ കാണിക്കുക. സോ ആ മോളിക്യൂള് ക്ലോറിൻ ആറ്റം കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്തുള്ള ആസിഡ് ഗ്രൂപ്പിന് അതിനെ ഡിസോസിയേഷൻ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ -I എഫക്റ്റിനെ കാണിക്കാൻ പറ്റും. സോ അവിടെ ആ -I എഫക്റ്റ് ഉള്ളതുകൊണ്ട് ആസിഡായിട്ടുള്ള H+നെ ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റും മോളിക്യൂൾ 1ന്. ഫസ്റ്റ് ക്ലോറോബ്യൂട്ടനോയിക് ആസിഡിന് ഈസി ആയിട്ട് അതിനെ റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് H+ കോൺസെൻട്രേഷൻ കൂടുന്നതുകൊണ്ട് അത് ആസിഡിക് ആണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ മോർ ആസിഡിക് ആണെന്ന് പറയാൻ പറ്റും ബാക്കിയുള്ള 2 മോളിക്യൂൾ, ബാക്കി 2 ബ്യൂട്ടനോയിക് ആസിഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ. രണ്ടാമത്തേതിൽ എന്താണ്? ഡിസ്റ്റൻസ് കൂടുതലാണ്. മൂന്നാമത്തേലും അതിനേക്കാൾ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ക്ലോറിൻ മോളിക്യൂൾ ഉള്ളത്. സോ അതിൻ്റെ എഫക്റ്റ് ആസിഡ് ഗ്രൂപ്പിലേക്ക് എത്താനുള്ള ചാൻസ് കുറവാണ്. സോ അതുകൊണ്ട് നമ്മുടെ ആസിഡിറ്റിയുടെ ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 എക്സാമ്പിളും അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനും നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. സോ ഇവിടെ അസറ്റിക് ആസിഡിൻ്റെയും ഫോമിക് ആസിഡിൻ്റെയും കാര്യം പറഞ്ഞതിലും അവിടെ +I എഫക്റ്റ് കൊണ്ട് അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത് നമ്മുടെ അസറ്റേറ്റ് അയോണിൽ.
അതുപോലെ അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുക എന്ന് പറയുമ്പോൾ അതൊരു ഡീസ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. സോ ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളുടെ അസറ്റൈറ്റ് അയോൺ വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അവിടുത്തെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്തിട്ട് H+ അയോൺസ് വരാൻ ചാൻസ് കുറവാക്കുന്ന രീതിയിലാണ് സിസ്റ്റം ശ്രമിക്കുക. സോ അവിടെ ഡിസോസിയേഷൻ കുറവെന്ന് പറയുമ്പോൾ H+ വരുന്നില്ല. സോ അവിടെ അസിഡിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. സോ ഫോമിക് ആസിഡിൻ്റെ കേസിലോ അവിടെ H+ റിലീസ് ഒരു രീതിയിലും അവിടെ +I എഫക്റ്റും പറയുന്നില്ല, -I എഫക്റ്റും പറയുന്നില്ല. സോ അതുകൊണ്ട് അവിടെ അതിന് ഈസി ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അസിഡിറ്റി കൂടുതലായിരിക്കും. അങ്ങനെയാണ് അസറ്റിക് ആസിഡിൻ്റെയും ഫോമിക് ആസിഡിൻ്റെയും പറയുന്നത്. ബ്യൂട്ടനോയിക് ആസിഡിൻ്റെ കേസിൽ എന്താണ്, നമുക്ക് 3 കാർബണിൽ നമുക്ക് ക്ലോറിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ആദ്യത്തെ കാർബണിൽ ക്ലോറിൻ വരുമ്പോഴാണ് ഇവിടെ ഒരു ആസിഡിൻ്റെ അസിഡിറ്റിയെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. സോ -I എഫക്റ്റ് ആയിട്ടുള്ള ക്ലോറിനാണ് വരുന്നത്. അതുകൊണ്ട് അവിടുത്തെ H+ൻ്റെ റിലീസ് ഫാസ്റ്റ് ആവും. സോ ആസിഡിറ്റി കൂടും. രണ്ടാമത്തെ പൊസിഷനിലാണ് വരുന്നതെങ്കിൽ ആ ഒരു -Iൻ്റെ എഫക്റ്റ് ആസിഡ് ഗ്രൂപ്പിലേക്ക് എത്താനുള്ള ചാൻസ് കുറവായിട്ട് വരും. സോ അവിടെ ഡിസോസിയേഷൻ ഉണ്ടാവും, പക്ഷേ ആദ്യത്തെ മോളിക്യൂൾ ഫസ്റ്റ് പൊസിഷനിൽ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന പോലെ അത്ര എഫക്റ്റീവ് വരാൻ ചാൻസ് ഇല്ല. അതിനേക്കാൾ കുറവായിരിക്കും തേർഡ് കാർബണിൽ ക്ലോറിൻ മോളിക്യൂൾ വരുമ്പോഴുള്ള എഫക്റ്റ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് പൊസിഷനിലുള്ള ബ്യൂട്ടനോയിക് ആസിഡ് ആയിരിക്കും ആസിഡിക് സ്ട്രെങ്ത് കൂടുതൽ, പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്. ഈ ഓർഡറിലാണ് വരിക. സോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സീ യു.